വലിയ രീതിയിലുള്ള ആർപ്പുവിളികളും കോലാഹലങ്ങളും ഒന്നുമില്ല. പഴയതുപോലുള്ള അമിതാവേശമൊന്നും അയാൾ പുറത്ത് കാണിക്കുന്നില്ല. അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗലിൽ നിന്നും ഹിറ്റ്ലറിന്റെ പിന്മുറക്കാർക്ക് ഒരു ദുരാനുഭവം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ സംതിങ് ഈസ് റിയലി ഗോയിങ് ടു ഹാപ്പൻ. ജർമ്മനി നാണക്കേടിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് പറയാം. ടെർ സ്റ്റെഗന്റെ സേവുകൾ തുണയായില്ലായിരുന്നുവെങ്കിൽ വലിയൊരു മാർജിനിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. പതിയെ നാഷൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് റൊണോയും കൂട്ടരും കടന്നു ചെല്ലുമ്പോൾ റൊണോയെ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്കും കടന്നു വരുന്നത് ഇത് വരാൻ പോകുന്ന വേൾഡ് കപ്പിനുള്ള വലിയൊരു സിഗ്നലായി തന്നെയാണ്. ഇവിടെ കപ്പടിച്ചേ മതിയാകും. തൻ്റെ പിള്ളേർക്ക് അതൊരു പ്രചോദനമായി തീരേണ്ടതുണ്ട് എന്നെല്ലാം അയാൾ മനസ്സിൽ എണ്ണിക്കൂട്ടുന്നുണ്ട്. നാഷൻസ് ലീഗെല്ലാം അതിൻ്റെ ആദ്യ സീസൺ തന്നെ ഇങ്ങേര് തൂക്കിയതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന്റെ കിരീടത്തോടുള്ള അടങ്ങാത്ത മോഹം തന്നെയാണ് വീണ്ടും ഒരു വിജയഗോളുമായി ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചത്. സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത മറ്റെന്തോ ഒരു പ്രതീതി ഇന്നലെ പോർച്ചുഗലിന്റെ മത്സരത്തിൽ നിന്നും അനുഭവപ്പെട്ടു. PSG-യെ ആദ്യ UCL ഉയർത്താൻ പ്രധാന പങ്കുവഹിച്ച പോർച്ചുഗീസുകാരെല്ലാം അതേ മെന്റാലിറ്റിയോടെ നാഷണൽ ടീമിൽ അരങ്ങേറുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. വിറ്റിനയും നവസും മെൻഡസും രണ്ടാം പകുതിയിൽ തകർത്താടുകയായിരുന്നു. കൂടെ ജുവന്റസിന്റെ 22 വയസ്സുകാരൻ കോൺസെസയും. ആദ്യ ഗോൾ മടക്കി അയച്ച് പോർച്ചുഗലിനെ തിരിച്ചു കൊണ്ടുവന്നത് ഈ ചെറുപ്പക്കാരനായിരുന്നു. പിന്നാലെ റൊണോയുടെ വിജയ ഗോൾ കൂടെ പിറന്നതോടെ ആനന്ദത്തിന്റെ മറ്റൊരു തലങ്ങളിലേക്ക് എൻ്റെ മനസ്സങ്ങനെ കടന്നുപോയി. ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും ഫൈനലിലെ എതിരാളികൾ ചില്ലറക്കാരല്ല. എന്തായാലും സ്വന്തം താരങ്ങളുടെ സർവോർജവും പുറത്തെടുത്ത് മാർട്ടിനസിന് മറ്റൊരു മായാജാലം തീർക്കാനായാൽ ഫൈനലിൽ ആരെയും വകവെക്കാതെ മറ്റൊരു നാഷൻസ് ലീഗ് കൂടി പോർച്ചുഗലിലെത്തിക്കാം. ഒപ്പം ഒരു 40-കാരൻ്റെ അടങ്ങാത്ത മോഹവുമായ ഫുട്ബോളിൻ്റെ ലോക കിരീടവും.